ഭാരതാംബ വിഷയം. അതിൽ നിലപാട് കടുപ്പിച്ച് തന്നെ വിട്ടുവീഴ്ചയില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് രാജ്ഭവൻ മുന്നോട്ട് പോവുകയാണ്. പൊതുപരിപാടികളിലും ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കും. ഗവർണർക്കെതിരെ പ്രതിഷേധം ഇടത് സംഘടനകൾ ഇങ്ങനെ തുടരുമ്പോഴാണ് ഗവർണർ നിലപാട് കടുപ്പിച്ചുള്ള ഇടപെടലുകൾ നടത്തുന്നത്. നമുക്ക് ശാലിനിയുണ്ട് ചേരുന്നു വിവരങ്ങളുമായി. ശാലിനി, ഗുഡ് മോർണിംഗ്. ഈ നിലപാട് ഒരിക്കൽ രാജ്ഭവൻ വ്യക്തമാക്കി, അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതായത് ഉറച്ചു നിൽക്കുന്ന നിലപാടുകൾ മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ ആ ഒരിക്കൽ പറഞ്ഞതിൽ മാറ്റമില്ല, അതല്ലേ? ഗുഡ് മോർണിംഗ് വീണ. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തുടക്കം മുതൽ തന്നെ എന്താണോ ഒരു ഭാരതാംബ വിഷയത്തിൽ രാജ്ഭവൻ സ്വീകരിച്ച നിലപാട്, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സ്വീകരിച്ച നിലപാട്, ആ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഗവർണർ എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ തലസ്ഥാന നഗരിയിൽ കണ്ട പരിപാടി എന്നുള്ളതാണ്. ഇന്നലെ തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ചൊരു പുസ്തക പ്രകാശന ചടങ്ങിലാണ് അദ്ദേഹം വീണ്ടും ആ നിലപാട് കടുപ്പിക്കുകയും വ്യക്തമാക്കുകയും അല്ലെങ്കിൽ മനസ്സിലാകാത്ത SFI KSU പ്രവർത്തകർക്ക് മുൻപിൽ അത് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുള്ളത്. ഭാരതാംബ ആരാണ്, അതല്ലെങ്കിൽ ഭാരതാംബയ്ക്ക് എന്താണ് ഭാരതത്തിന്റെ ചരിത്രത്തിൽ പ്രാധാന്യം എന്നുള്ളത് അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഇന്നലെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം പൂർത്തീകരിച്ചതെന്നുള്ളതാണ്. അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ എന്ന പേരിൽ ഇന്നലെയാണ് ശ്രീ പത്മനാഭ സേവാ സമിതി ഒരു പുസ്തകം പ്രകാശനം ചെയ്യാനായി ഗവർണറെ ക്ഷണിക്കുകയും ഇന്നലെ അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് എത്തുകയും ചെയ്തു. അവിടെയും ഒരുപക്ഷെ രാജ്ഭവന് പുറത്തേക്ക് ഭാരതാംബ എത്തുന്നു, ഭാരതാംബ പല വേദികളിലും എത്തുന്നു. അവിടെയൊക്കെ ഗവർണർ എത്തുമ്പോൾ ആ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തുന്നു. താൻ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല, എടുത്ത നിലപാടിൽ നിന്ന് താൻ പിന്നോട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഗവർണർ ആവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം SFI KSU പ്രവർത്തകർ അവിടെ ഉണ്ടാക്കി. പ്രോട്ടോകോൾ അടക്കം ലംഘിച്ചുകൊണ്ട് ഇന്നലെ ഗവർണറുടെ പരിപാടിയിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം SFI KSU പ്രവർത്തകർ നടത്തി. ആ പ്രതിഷേധങ്ങൾക്ക് മുൻപിലൂടെയാണ് ഒരു രീതിയിലുമുള്ള വിഷമങ്ങളില്ലാതെ, ഒരു രീതിയിലുള്ള നിലപാട് മാറ്റമില്ലാതെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ പ്രതിഷേധക്കാരുടെ മുന്നിലൂടെ തന്നെ വന്ന് ആ പരിപാടിയിൽ അദ്ദേഹം ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും അദ്ദേഹം ഭദ്രദീപം കൊളുത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലേക്ക് താൻ വന്നത് ഒരു രീതിയിലും ആരുമായി തർക്കിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാക്കാനോ ഒന്നുമല്ല, ആരുമായി ഒരു വാക്ക് തർക്കത്തിനും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കും ഒന്നും താനില്ല. പക്ഷേ തന്റെ നിലപാടുകൾ അതെന്നും താൻ ഉറച്ചു നിൽക്കും. ആ നിലപാടുകൾക്കൊരു മാറ്റവുമില്ല. ഏതെങ്കിലും തരത്തിൽ ഭാരതാംബ വിഷയത്തിൽ ചർച്ച വേണമെങ്കിൽ സർക്കാരുമായി ചർച്ച നടത്താൻ പോലും, തുറന്ന സംവാദത്തിന് പോലും താൻ തയ്യാറാണ് എന്നുകൂടി ഗവർണർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാജ്ഭവനിൽ നടന്ന പരിപാടിയിൽ മാത്രമല്ല, അതിനെ തുടക്കമിട്ടത് ഒരുപക്ഷെ ഗവർണർ നടത്തുന്ന പരിപാടിയിൽ എത്താതെ ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന കൃഷിമന്ത്രി P. പ്രസാദ്, തൊട്ടു പിന്നാലെ തന്നെ ആ പരിപാടിയിലെത്തി പ്രതിഷേധം അറിയിച്ച മന്ത്രി V. ശിവൻകുട്ടി അടക്കമുള്ളവർക്ക് കൃത്യമായ മറുപടി കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. എവിടെയൊക്കെ പരിപാടി അവതരിപ്പിക്കുന്നു അവിടെയൊക്കെ ഭാരതാംബ ഉണ്ടാകും, തന്റെ നിലപാടുകൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഗവർണർ ഇപ്പോൾ പറയുന്നത്. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നത് വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ രാജ്ഭവന് പുറത്തേക്കൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവിടെയൊക്കെ ഇനി ഭാരതാംബ തുടർച്ചയായി ഉണ്ടാകും. ആ ചിത്രത്തിൽ ഗവർണർ പുഷ്പാർച്ചന നടത്തും, ഭദ്രദീപം കൊളുത്തും. ആർക്കൊക്കെ ഏതൊക്കെ തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാകുന്നുമോ ആ വിഷമങ്ങൾ പ്രതിഷേധമായി ഉണ്ടായാലോ ആ പ്രതിഷേധങ്ങൾ താൻ വകവെക്കില്ല എന്നുള്ളത് തന്നെയാണ് ഗവർണർ ആവർത്തിക്കുകയും ചെയ്യുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇന്നലെ മിസോറാം മുൻ ഗവർണറും BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനുമൊക്കെയായ കുമ്മനം രാജശേഖരൻ പ്രതികരിക്കുകയുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ തന്നെയാണ്. ഭാരതാംബയുടെ എന്താണ് ഇത്തരത്തിലൊരു അസഹിഷ്ണുത തോന്നുന്നത്? കാരണം ഇന്നലെ നടന്ന പരിപാടി അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ എന്നുള്ള പുസ്തക പ്രകാശനമാണ്. അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനത്തിലാണ് ആ പരിപാടി നടത്തുന്നത്. മറ്റൊരു അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ രീതിയിലുള്ള ഒരു പോലീസ് രാജ് തന്നെയാണ് തലസ്ഥാനത്ത് ഇന്നലെ കണ്ടത്. കാരണം ഗവർണറുടെ പ്രോട്ടോകോൾ ലംഘിക്കാനും ഗവർണറുടെ പരിപാടിയിലേക്ക് തള്ളിക്കയറാൻ പോലീസ് തന്നെ സംരക്ഷണ വലയമൊരുക്കി SFI KSU പ്രവർത്തകരുടെ മുൻപിൽ നിൽക്കുന്നു എന്നുള്ള കാഴ്ചകൾ നമ്മൾ ജനം TVയിലൂടെ പുറത്തുവിട്ടതാണ്. ഒപ്പം തന്നെ ഈ പ്രതിഷേധക്കാരെ വാഹനത്തിൽ പിടിച്ചു കയറ്റുകയും പിന്നീട് SFI പ്രവർത്തകരെ വാഹനത്തിൽ നിന്ന് ഇറക്കി വിടുന്ന കാഴ്ചകളടക്കം പോലീസ് സ്വീകരിക്കുകയും അവരിറങ്ങി പൊക്കോട്ടെ എന്ന നിലപാട് പോലീസ് സ്വീകരിച്ചതും നമ്മൾ ജനം TVയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ 50 വർഷങ്ങൾക്ക് മുൻപ് എന്താണോ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് നടത്തിയ സമാനമായൊരു സാഹചര്യം ഇന്നലെ ഗവർണറുടെ പരിപാടിക്കിടയിലും പോലീസ് നടത്തി. എന്തായാലും അതിലടക്കമുള്ള പ്രതിഷേധം BJP നേതാക്കന്മാർ, BJPയുടെയും മറ്റ് RSSന്റെയും ഒക്കെ പ്രവർത്തകർ പറയുകയും ചെയ്തിട്ടുണ്ട്. കുമ്മനം രാജശേഖരൻ പറഞ്ഞതുപോലെ വരും ദിവസങ്ങളിലും ഭാരതാംബ ചിത്രം വെച്ചുകൊണ്ട് തന്നെ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രതിഷേധിക്കുന്നവർ
പ്രതിഷേധിച്ചോട്ടെ, ഭാരതാംബയെ മാറ്റി നിർത്തിയൊരു ചരിത്രം ഭാരതത്തിനില്ല എന്ന് ഊട്ടിയുറപ്പിക്കുന്നത് തന്നെയായിരുന്നു ഇന്നലെ നടന്ന പരിപാടിയും ഒപ്പം തന്നെ ഗവർണറുടെ നിലപാടും എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തായാലും വരും ദിവസങ്ങളിലും ഗവർണറുടെ വിവിധ പരിപാടികൾ തലസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഭാരതാംബ ചിത്രം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രതിഷേധക്കാർ ഒരു ഭാഗത്തുണ്ടാവും. അവരുടെ മുന്നിലൂടെ നിലപാട് വ്യക്തമാക്കി ഗവർണർ ആ വേദിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. നമ്മൾ ആദ്യഘട്ടങ്ങളിൽ ഇന്നലെ ഈ പരിപാടി തുടങ്ങിയപ്പോൾ പ്രതിഷേധം ശക്തമായപ്പോൾ പരിപാടി റദ്ദ് ചെയ്യുമോ, ഗവർണർ എത്തുമോ എന്നൊക്കെയുള്ളൊരു ആശങ്ക ഒരു ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അതിനെയൊക്കെ തിരസ്കരിച്ചുകൊണ്ടാണ് 6 മണിയോടുകൂടി ഗവർണർ ആ വേദിയിൽ എത്തുകയും ഒരു രീതിയിലുമുള്ള സങ്കടങ്ങളില്ലാതെ അല്ലെങ്കിൽ ഒരു രീതിയിലും പിന്നോട്ട് വെക്കാത്ത കാലമായി അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്ത് നിലപാട് കൃത്യമായി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന വരും ദിവസങ്ങളിലും കൃത്യമായ പരിപാടി കൃത്യമായ രീതിയിൽ ഗവർണറെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒപ്പം തന്നെ ഗവർണർ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി തന്നെ പരിപാടി ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലപാട് കടുപ്പിക്കുകയാണ് രാജ്ഭവൻ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ സർക്കാർ തലത്തിൽ നിന്നൊരു കത്ത് രാജ്ഭവനിലേക്ക് അയക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് എന്താണ് ഭാരതാംബ വിഷയത്തിലെ ഗവർണറുടെ നിലപാടും രാജ്ഭവന്റെ നിലപാടും എന്നുള്ളത് ഗവർണർ തന്നെ ആവർത്തിക്കുകയും ചെയ്യുകയാണ്. വീണ.